ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളെങ്ങനെ കൂപ്പൺസുകൾ ഉണ്ടാക്കാമെന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു സാധനം സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സെല്ലിങ്ങും പർച്ചേസ് എൻട്രിയിലും ഈ വെബ്സൈറ്റിൽ കൂടെ ആക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് സെല്ല് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് തോന്നിയ എമൗണ്ട് ഒന്നും അടിക്കാൻ പറ്റില്ല. ഇപ്പോൾ 5000 രൂപയുടെ സാധനമാണെങ്കിൽ 4800-നാണ് നീ സെല്ല് ചെയ്യണമെങ്കിൽ 200 രൂപ എങ്ങനെ കുറയ്ക്കും? അതിന് നീ കൂപ്പൺ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓഫറുകൾ. അതിൽ കൂപ്പണാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഓഫർ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ്. അപ്പോൾ നമ്മളിവിടെ കൂപ്പൺ ജനറേറ്റ് ചെയ്യുക എങ്ങനെയാണ്, അതായത് കസ്റ്റമർക്ക് ഒരു റേറ്റ് കുറച്ച് കൊടുക്കണമെങ്കിൽ നീ ഒരു കൂപ്പൺ ഉണ്ടാക്കിയേ പറ്റൂ ആ റേറ്റിന്. അത് നിനക്ക് ഇപ്പോൾ ഒരു 265 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കസ്റ്റമറിന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 265 രൂപയുടെ ഒരു കൂപ്പൺ ഉണ്ടാക്കുകയാണ് ചെയ്യുക. കൂപ്പൺ ഉണ്ടാക്കുമ്പോൾ 1 ടൈം എൻട്രി ആക്കിയിട്ട് ഉണ്ടാക്കാം, ഇത്ര ദിവസത്തേക്ക് വാലിഡ് ആയിട്ടുള്ള കൂപ്പൺ ഉണ്ടാക്കാം, ഡിസംബർ 31 വരെ, അല്ലെങ്കിൽ 10 വട്ടം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൂപ്പൺ ഉണ്ടാക്കാം. അപ്പോൾ കണ്ടിട്ടില്ലേ, ഒരു കൂപ്പൺ കോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊമോ കോഡ് എന്ന് പറയും. അതടിച്ചാൽ അത് സെല്ല് ചെയ്യണ വിൻഡോയിൽ ആ കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ആ കൂപ്പൺ കോഡ് എന്ത് വേണമെങ്കിൽ ആവാം, ABCD 1 2 3 എന്നൊക്കെ ആയിരിക്കാം. ആ കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഡിസ്കൗണ്ട് അപ്ലൈ ആവും. അത് ചെയ്യണം നമ്മൾ ഇതിലൂടെ സെല്ല് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, അതെങ്ങനെയാണ് കൂപ്പൺ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മുഴുവൻ WooCommerce എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലായിരിക്കും വരിക. ഇതിൽ കണ്ടില്ലേ, ഓർഡേഴ്സുകൾ WooCommerceലാണ്, കസ്റ്റമേഴ്സ് WooCommerceലാണ്, ഗിഫ്റ്റ് കാർഡ്, അതേപോലെ റിവാർഡ് പോയിൻറ്റ്സ്, കൂപ്പൺസ്, ഇതൊക്കെ WooCommerce എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ സാധനം, ഓൺലൈൻ സെല്ലിങ്ങുള്ള വെബ്സൈറ്റ് എന്നാണ് മീനിങ്. അപ്പോൾ ഈ WooCommerceൽ കൂപ്പൺസിൽ പോവാം. കൂപ്പൺസിൽ പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എത്ര കൂപ്പൺസ് ഉണ്ടെന്ന് കാണിച്ചു തരും. ആദ്യം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതായിരിക്കും നമ്മൾ മെയിൻ സ്ക്രീനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ കൂപ്പണിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 2 കൂപ്പൺ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ ഒരു എണ്ണത്തിൻ്റെ കോഡ് NAK 100, അത് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇത് പ്രൊമോ കോഡായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യുന്ന പേജിൽ 100 രൂപ കുറയും. കാരണം അത് ഫിക്സഡ് ആയിട്ടുള്ള കാർട്ട് ഡിസ്കൗണ്ടില്ല, പേഴ്സൻറ്റേജ് അല്ല. ഇവിടെ കണ്ടു, പേഴ്സൻറ്റേജ് എന്നല്ല കൊടുത്തിരിക്കുന്നത്. 300 രൂപ കുറയും, ഇവിടെ 100 രൂപ കുറയും. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആഡ് ന്യൂ കൂപ്പൺ അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് 240 രൂപ കുറച്ച്, 75 രൂപ കുറച്ച് കൊടുക്കണം ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ ഇതാണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ ഒന്നില്ലെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം കൂപ്പൺ കോഡ്. ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു യുണീക്ക് കോഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ കോഡ് ABWZAKY എന്നൊക്കെ ആയിരിക്കും വരിക. ആക്ച്വലി മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാതിരിക്കാൻ അങ്ങനത്തെ ജനറേറ്റ് ചെയ്യായിരിക്കും നല്ലത്. എന്നിട്ട് ഇവിടെ വന്ന് നോക്കി അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിനുള്ള കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക വെച്ചാൽ, ഡിസ്കൗണ്ട് ടൈപ്പ് ഫിക്സഡ് കാർട്ട് ഡിസ്കൗണ്ട് ആണോ, പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് ആണോ. അതായത് 100 രൂപയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ നീ 10% ഡിസ്കൗണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത കൂപ്പൺ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് 10 ഇട്ട് കഴിഞ്ഞാൽ 10% ആയിരിക്കും കുറയ്ക്കുക. നമ്മൾ ഫിക്സഡ് കാർഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 75 രൂപ കുറയ്ക്കും. പക്ഷേ ഇതാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ 75% കുറയ്ക്കും. അത് ഊഹിച്ചാൽ മനസ്സിലായല്ലോ. പിന്നെ ഫിക്സഡ് പ്രൊഡക്റ്റ് ഡിസ്കൗണ്ട്, അത് ഓരോ പ്രൊഡക്റ്റിന് മാത്രമുള്ള ഡിസ്കൗണ്ട് കൊടുക്കലാണ്. ഓക്കെ, നമ്മൾ തൽക്കാലം ഫിക്സഡ് കാർഡ് ഡിസ്കൗണ്ട് ചെയ്താൽ മതി, ബാക്കി ഒന്നും ഇടണ്ട. കൂപ്പൺ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഈ കൂപ്പൺ എത്രാം തീയതി വരെ വാലിഡിറ്റിന്ന് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് ലൈഫ് ടൈം വാലിഡാണ്, അവിടെ വന്നിട്ട് ഡിലീറ്റ് ചെയ്യണം. ഇനി യൂസേജ് ഡിസ്ക്രിപ്ഷനിൽ എന്ത് കൊടുക്കാം, മിനിമം സ്പെൻഡ്. നീ ഇപ്പോൾ 75 രൂപ കുറവ് കൊടുക്കുന്നുണ്ട്, അപ്പം മിനിമം സ്പെൻഡ് 3000 അടിച്ചാൽ നിനക്ക് 3000 ചെക്കൗട്ട് ടൈമിൽ കസ്റ്റമർക്ക് ബില്ലുണ്ടെങ്കിൽ മാത്രമേ ഈ 75 രൂപ കുറയുള്ളൂ. 3000-ന് താഴെയാണെങ്കിൽ കുറയില്ല. അതേപോലെ മാക്സിമം കൊടുക്കാം. ഇൻഡിവിജ്വൽ യൂസ് ആണെങ്കിൽ കൊടുക്കാം. എക്സ്ക്ലൂഡ് സെയിൽ ഐറ്റംസ്, ചില ഐറ്റങ്ങൾ നിനക്കിപ്പോൾ കൊടുക്കണ്ട. ഒരു അമ്പലത്തിന് കൊടുക്കണമെങ്കിൽ ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് അത് ഏതാ പ്രൊഡക്റ്റ് എന്ന് ഇവിടെ കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ കൊടുത്താൽ എക്സ്ക്ലൂഡ് ചെയ്യും. ഇവിടെ കൊടുത്താൽ മനസ്സിലായില്ലേ, ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസുകൾ ഇവിടെ കൊടുക്കുക. ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസുകൾ ഇൻഡിവിജ്വൽ യൂസ് എന്ന് പറഞ്ഞാൽ ഈ കോഡ്. അപ്പം ഞാനിവിടെ കോഡും അടിച്ചു കൊടുക്കും, NAK 75. ഇത് എൻ്റെ ഇഷ്ടത്തിന് അടിക്കുന്ന അങ്ങനെ നിയമമൊന്നുമില്ല. അപ്പോൾ NAK 75 എന്ന് പറഞ്ഞ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ കൊടുക്കണ്ടുവെങ്കിൽ അത് ഇൻഡിവിജ്വൽ യൂസ് എന്ന് പറഞ്ഞിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡ് പ്രൊഡക്റ്റ് ഇവിടെ കൊടുക്കാം. ഓക്കെ, കണ്ട, അങ്ങനെ പല ഓപ്ഷൻസുകളുണ്ട്. യൂസേജ് ലിമിറ്റ്, ഇപ്പം നീ പറയുകയാണ് ഇത് 5 പേരെ യൂസ് ചെയ്താൽ നിർത്തിക്കോളാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് 5 കൂടി ഇട്ട് കഴിഞ്ഞാൽ 5 പേരെ പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്പയർ ആവും. മനസ്സിലായില്ലേ, അത്രയേ ഉള്ളൂ. ഇതൊന്നും നമ്മളിപ്പോൾ കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ല.
ഇതും കൊടുക്കേണ്ട ആവശ്യമില്ല 3000 എന്നുള്ളത്. വെറുതെ ഒരു കൂപ്പൺ കോഡ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഫിക്സഡ് കാർഡ് ഡിസ്കൗണ്ട് 75 അടിക്കുക. ഇത് പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്താൽ ഈ കൂപ്പൺ കോഡ് വാലിഡാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ സെയിൽ എൻട്രി ചെയ്യുന്ന കാണിക്കുമ്പോൾ ഈ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്യുന്നതും കൂടെ അവിടെ കാണിച്ചു തരാം. ഒന്നുമില്ല, നമ്മൾ ആമസോണിൽ കണ്ടിട്ടില്ലേ പ്രൊമോ കോഡ് അടിക്കുന്നത്, ഈ NK75 അവിടെ അടിക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് അത്യാവശ്യമെന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിനക്ക് തോന്നിയ റേറ്റ് ഒന്നും ഇട്ട് വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്യാൻ പറ്റില്ല. വെബ്സൈറ്റിൽ ഇപ്പോൾ റേറ്റ് 10% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 5000 ആണെങ്കിൽ നീ ആ ഒരു ഐറ്റം ചെക്കൗട്ട് ചെയ്യുമ്പോൾ 5000 രൂപ തന്നെ പേ ചെയ്യണം. ഇല്ലെങ്കിൽ പാർഷ്യൽ എമൗണ്ട് എന്ന് കാണിക്കും അവിടെ. അപ്പോൾ 5000 രൂപയിൽ നിന്ന് കുറയ്ക്കണം. നീ 4800 വിറ്റേച്ചാൽ 200 രൂപയുടെ ഡിസ്കൗണ്ട് കോഡ് അടിച്ചിട്ട് നീ കസ്റ്റമർക്ക് അത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇനി ഏതൊക്കെ കൂപ്പൺസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ WooCommerce പോയിട്ട് കൂപ്പൺസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലെല്ലാ കൂപ്പൺസുകളും ഉള്ളതും കാണിക്കും. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. നീ 75 രൂപയൊന്നും ആർക്കും കൊടുക്കണില്ല. ഇപ്പോൾ ഇത് 100 രൂപ ആക്കണമെങ്കിൽ ഈ കൂപ്പൺ കയറിയിട്ട് എഡിറ്റ് ചെയ്താൽ മതി. ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ 75 എന്നുള്ളത് 100 ആക്കാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.